എപ്പോഴെങ്കിലും നിങ്ങളുടെ പങ്കാളിയടുത്ത് സോറി പറയേണ്ട അവസരം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ സോറി പറഞ്ഞപ്പോൾ നിങ്ങളുടെ പങ്കാളി കേട്ട ഭാവം പോലും നടിക്കാതെ അവഗണിക്കുകയാണോ ചെയ്തത്? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ വഴക്കായിരുന്നു. രാത്രിയിൽ പിണങ്ങി ഭർത്താവ് ദിവാൻ കോട്ടിൽ കിടക്കേണ്ട അവസ്ഥ വന്നു. ഭാര്യ കതകടച്ച് ബെഡ്റൂമിലും ഉള്ളിലുമായി. ഭർത്താവിന് ക്ഷമ പറയണമെന്നൊക്കെ തോന്നി, പക്ഷേ ഈഗോ സമ്മതിക്കുന്നില്ല. അവസാനം വാട്സപ്പിൽ ഒരു മെസ്സേജൊക്കെ അയച്ചു നോക്കി, ഒരു ക്ഷമാപണത്തിൻ്റെ മെസ്സേജ്, ഒരു സ്മൈലിയൊക്കെ ചേർത്ത് അയച്ചു നോക്കി, ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഭർത്താവ് ചെയ്തത് അടുക്കളയിൽ പോയി ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഭാര്യയ്ക്ക് കൊണ്ട് കൊടുത്തു. അങ്ങനെ അന്നത്തെ പിണക്കം മാറി ബെഡ്റൂമിൽ കിടക്കാൻ സാധിച്ചു. ഇദ്ദേഹം ഇവിടെ സ്വീകരിച്ച രീതി, നിലപാട് അതായിരുന്നു ശരി, അങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താം. വിവാഹിതർക്ക് വേണ്ടിയുള്ള വീഡിയോ സീരീസിലെ 21ാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കുമുള്ള ഹൃദ്യമായ നന്ദി ഇവിടെ രേഖപ്പെടുത്തട്ടെ. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോറി എന്ന് പറയുന്ന വാക്ക് ഒരു ഇറേസർ അല്ല. സോറി ചുമ്മാതെ പറഞ്ഞു കഴിഞ്ഞാൽ, വെറുതെ ആഴത്തിലൊക്കെ സോറി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാജിക് വേർഡ് ആവത്തുമില്ല. എന്നാൽ പറയേണ്ട രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സോറി ഒരു മാജിക് വേർഡാണ്. ഈ സോറി എന്ന് പറയുന്ന വാക്ക് ദമ്പതികൾക്കിടയിലുള്ള ഒരു പാലമാണ്. പാലം നല്ല ദൃഢമാണെന്നെങ്കിൽ, പാലം ബലമുള്ളതാണെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചെടുക്കണം. ചട്ടിയും കലവും ആകുമ്പോൾ തട്ടിയെന്നും മുട്ടിയെന്നൊക്കെ ഇരിക്കും. ദമ്പതികളുടെ ഇടയിൽ ചെറിയ വഴക്കുകളും പിണക്കങ്ങളും ഇതൊക്കെ സ്വാഭാവികമാണ്, ഇതൊക്കെ എല്ലായിടും ഉള്ളതാണ്. എന്നാൽ ഈ തർക്കങ്ങളും വഴക്കുകളും ഒക്കെ താൽക്കാലികമായി അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സോറി, അതല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന സോറി. നിങ്ങളുടെ വിവാഹബന്ധത്തെയും സൗഹൃദത്തെയും സംരക്ഷിക്കുന്ന, അവയ്ക്ക് കൂടുതൽ സമാധാനവും സന്തോഷവും ഒക്കെ നൽകുന്ന സോറി എങ്ങനെ പറയാം, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. നിനക്ക് വിഷമമായെങ്കിൽ സോറി. പലരും തങ്ങളുടെ പങ്കാളികളടുത്ത് പറയുന്ന ഒരു ഡയലോഗാണിത്. ഇറ്റ് ഈസ് നോട്ട് ആൻ അപ്പോളജി. ഇതൊരു ക്ഷമാപണമേ അല്ല, ഇത് നീ സെൻസിറ്റീവാണ് എന്നാണ് പങ്കാളി പറഞ്ഞു വെക്കുന്നത്. അതായത് രമണ, എൻ്റെ കുഴപ്പമല്ല, നിൻ്റെ കുഴപ്പമാണ്, നീ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു പോകുന്ന 3 ഫേക്ക് അപ്പോളജീസ്, 3 വ്യാജ ക്ഷമാപണങ്ങളെ പറ്റിയാണ് നമ്മൾ ഇനി പറയുന്നത്. 1, ഈഫ് അപ്പോളജി. ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇവിടെ എനിക്കത്ര ഉറപ്പൊന്നുമില്ല വേദനിപ്പിച്ചിട്ടുണ്ടെന്ന്. ഇതൊരു ഫേക്ക് അപ്പോളജിയാണ്, ഇതൊരു വ്യാജ ക്ഷമാപണമാണ്. 2, ബട്ട് അപ്പോളജി. ഞാൻ ക്ഷമ ചോദിക്കുന്നു നിൻ്റെ അടുത്ത്, ഐ ആം സോറി, എന്നാലും നീയാണ് ഈ വഴക്കിന് തുടക്കമിട്ടത്. ഇതിൻ്റെ അർത്ഥം ഞാൻ പൂർണ്ണമായിട്ടും ക്ഷമ ചോദിക്കുകയല്ല, ഇതൊരു ഫേക്ക് അപ്പോളജി തന്നെയാണ്. 3, ഫാസ്റ്റ് ഫോർവേഡിങ് അപ്പോളജി. ഞാൻ ക്ഷമ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി എന്തിനാ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, മുന്നോട്ട് പോകാം, ലെറ്റ്സ് ഗോ, ഫിനിഷ് ഇറ്റ്. ഇതാണ് ഫാസ്റ്റ് ഫോർവേഡിങ് അപ്പോളജി. ഈ പറഞ്ഞ 3 ക്ഷമാപണങ്ങളും വർക്കാവില്ല. ഇതൊരു ബാലൻസ് കെ നായർ അപ്രോച്ചാണ്. അതായത് ഉത്തമ, ബാലൻസ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. ഇത് ഒരു തരത്തിലുള്ള ഒളിച്ചോട്ടമാണ്. ലോങ് റണ്ണിൽ, ദീർഘകാലത്തേക്ക് ഇത് ബന്ധത്തെ പ്രോഗ്രസ് ഒന്നും ആക്കില്ല. ഒരുപക്ഷെ താൽക്കാലികമായിട്ട് എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടായിരുന്നിരിക്കാം. ഒരു ക്ഷമാപണം അർത്ഥമാക്കുന്നത് എന്താണ്? ക്ഷമാപണത്തിൻ്റെ റിയൽ ഫോർമുല എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. R സ്റ്റാൻഡ്സ് ഫോർ റിയലൈസ് വാട്ട് യു ഡിഡ്. E സ്റ്റാൻഡ്സ് ഫോർ എക്സ്പ്രസ് ഇറ്റ് ക്ലിയർലി. A സ്റ്റാൻഡ്സ് ഫോർ അക്നോളജ് ദ പെയിൻ. L സ്റ്റാൻഡ്സ് ഫോർ ലെറ്റ് ദം പ്രോസസ്, ഡോണ്ട് റഷ് ഫോർഗിവ്നെസ്. റിയൽ ഫോർമുല എന്താണെന്ന് പറഞ്ഞാൽ, R എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്തത് അത് അംഗീകരിക്കുക, അതാണ് R എന്ന് പറയുന്നത്. E എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യുക. നമ്മൾ നേരത്തെ അക്നോളജ് ചെയ്ത സംഭവം ഉണ്ടല്ലോ, അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് E കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി A എന്ന് പറയുന്നത് നമ്മളത് അക്നോളജ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പെയിൻ, അയാൾക്കുണ്ടായ വേദനയുണ്ടല്ലോ, നമ്മുടെ പാർട്ണർക്കുണ്ടായ വേദന, അത് നമ്മൾ അംഗീകരിക്കുക, നമ്മളത് അക്നോളജ് ചെയ്യുക, അതാണ് A എന്ന് പറയുന്നത്. റിയലിലെ ലാസ്റ്റ് വേർഡാണ് L. L എന്ന് പറയുന്നത് ലെറ്റ് ദം പ്രോസസ്. നമ്മൾ ക്ഷമ ചോദിച്ചു, അവർ ക്ഷമ തരും. നമ്മളത് ധൃതി വെക്കേണ്ട ആവശ്യമില്ല. ഒരാൾ ക്ഷമ തരുന്നതിന് നമുക്ക് അവർക്ക് സമയം കൊടുക്കാം. ഓക്കെ, അതാണ് L എന്ന് ഉദ്ദേശിക്കുന്നത്.
ഈ റിയൽ ഫോർമുല എങ്ങനെ വർക്കൗട്ട് ആണെന്ന് നമുക്ക് നോക്കാം. 2 പേര് ദമ്പതികൾ വലിയൊരു വഴക്ക് കഴിഞ്ഞ് ഇരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു സംസാരവും ഇല്ല, വലിയ പ്രശ്നത്തിലാണ്. നമുക്കിതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? അതിനകത്ത് ഏത് പങ്കാളിയാണോ മിസ്റ്റേക്ക് ചെയ്തത് അയാൾ അത് ആദ്യം റെക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുക. എൻ്റെ ഭാഗത്തു നിന്നായിരുന്നു മിസ്റ്റേക്ക്, ശരി, ഞാനാണ് അങ്ങനെ ആദ്യം പറഞ്ഞത്, അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ സംഭവങ്ങളുണ്ടായത്. റെക്കഗ്നൈസ് ചെയ്യുക. അത് തിരിച്ചറിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടായി എന്നുള്ളത് എക്സ്പ്രസ് ചെയ്യുക, ഈ എക്സ്പ്രഷൻ. അത് കഴിഞ്ഞാൽ 3ാമത്തെ ഭാഗം എന്ന് പറയുന്നത്, നമ്മൾ തമ്മിൽ വഴക്കിട്ടപ്പോൾ നിനക്കുണ്ടായ വേദന അത് ഞാൻ മനസ്സിലാക്കുന്നു, അത് ഞാൻ ശരിക്കും അറിയുന്നു. അതാണ് എ എന്ന് ഉദ്ദേശിക്കുന്നത്. അക്നോളജ് ദ പെയിൻ ഓഫ് ദ പാർട്ണറുടെ ആ വേദന മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് എൽ, ലെറ്റ് ദം പ്രോസസ്. നമ്മൾ ക്ഷമാപണം നടത്തി നെക്സ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് ക്ഷമ തന്നു എന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. അതിനവർക്കൊരു സാവകാശം കൊടുക്കാം, അവർക്ക് കൊടുക്കാം. അതാണ് ലാസ്റ്റ് എൽ. ഇതാണ് നമുക്ക് റിയൽ ഫോർമുല അനുസരിച്ച് എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ആകുക എന്ന് പറയുന്നത്. ഫോർഗിവ്നെസ് ഈസ് നോട്ട് ഫോർഗെറ്റിംഗ്. ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കുക എന്നല്ല. ഇനി നമുക്ക് സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളാണ് ക്ഷമിക്കേണ്ട ആൾ. നിങ്ങൾ ക്ഷമിച്ചു, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ മറക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, മറക്കേണ്ട ആവശ്യമില്ല. എന്തിനു വേണ്ടിയാണ് ഈ ക്ഷമിക്കുന്നത്? നമ്മൾ ക്ഷമിക്കുന്നത് നമ്മളുടെ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയാണ്. നമ്മൾ ക്ഷമിക്കുന്നത് നമ്മൾ കുറച്ചുകൂടെ ഫ്രീ ആകാനാണ്. നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ക്ഷമ ഇല്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് വിഷം ഉള്ളിൽ ഇരിക്കുന്നത് പോലെയാണ്. പക ഈസ് ഈക്വൽ ടു പോയിസൺ. പകയെന്ന് പറയുന്നത് വിഷമാണ്. നമ്മുടെ മനസ്സിൽ ഈ പക വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വിഷത്തിന് തുല്യമാണ്. അത് ഫ്രീ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷമിക്കുക എന്ന് പറയുന്നത്, മറക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ മാപ്പ് പറയേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ അന്ന് പറഞ്ഞില്ല, പല കാരണങ്ങൾ കൊണ്ടും പറ്റിയില്ല. ഇപ്പോഴും മനസ്സിൽ ഫീൽ ചെയ്യുകയാണ്, മാപ്പ് പറയേണ്ടതായിരുന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒട്ടും മടിക്കണ്ട, നമുക്ക് ഇപ്പോൾ മാപ്പ് പറയാം. എനിക്ക് തെറ്റുപറ്റിപ്പോയി, എനിക്കറിയാം നിന്നെ അത് ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന്, ഞാനത് തിരുത്താൻ തയ്യാറാണ്, ഐ ആം സോറി. നിങ്ങളിങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കൊരു വല്ലായ്മ തോന്നിയേക്കാം, പക്ഷേ ഒട്ടും പേടിക്കണ്ട. നിങ്ങൾക്കത് തരുന്ന ഒരു സ്വാതന്ത്ര്യം, അത് തരുന്നൊരു ആശ്വാസം, അത് വളരെ വലുതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.